الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ മനുഷ്യർക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകാറുണ്ട്. ആ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു പരീക്ഷണമാണ് രോഗം എന്നുള്ളത്. രോഗമെന്ന് പറയുന്നത് വലിയൊരു പരീക്ഷണമായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി കൊണ്ട് രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചതായും, ആ തരത്തിൽ ആരോഗ്യത്തിന് വേണ്ടി, രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ധാരാളമായി കൽപ്പിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-ആഫിയ, അല്ലാഹുവേ ഞാൻ നിന്നോട് ധാരാളമായി കൊണ്ട് ആഫിയത്തിനെ, ആരോഗ്യത്തിനെ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ധാരാളമായി കൊണ്ട് ആഫിയത്തിനെ, ആരോഗ്യത്തെ ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചതായി, നമ്മളെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് നല്ല ആരോഗ്യത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നാം എപ്പോഴും ചോദിക്കേണ്ടതുണ്ട്. ആ തരത്തിൽ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കുവാൻ വേണ്ടി, സൗഖ്യത്തിനെ ചോദിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രാർത്ഥനകളും ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചു നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ആ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച, നമ്മോട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രത്യേകം പഠിപ്പിച്ച ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ നീ എന്റെ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യവും സൗഖ്യവും നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുവേ നീ എന്റെ കേൾവിക്ക് പൂർണ്ണമായ ആരോഗ്യവും അതേപോലെ തന്നെ സൗഖ്യവും നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുവേ നീ എന്റെ കണ്ണുകൾക്ക്, കാഴ്ചകൾക്ക് നല്ല ആരോഗ്യവും അതേപോലെ തന്നെ സൗഖ്യവും നൽകണേ റബ്ബേ എന്നുള്ള ഒരു പ്രാർത്ഥന. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നാം കൃത്യമായി പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ലൊരു ആരോഗ്യം ലഭിക്കുക എന്നുള്ളത്, രോഗമില്ലാത്തൊരവസ്ഥ ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന്റെ വിലയും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാകണമെന്നുണ്ട് എങ്കിൽ അത് നഷ്ടപ്പെടണം. അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ ഒരു വിലയും അതേപോലെ തന്നെ ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ അതേ പ്രായത്തിലുള്ള, അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ, നമ്മളോടുകൂടെ ചിരിച്ചു കളിച്ച് നടന്ന ഒരുപാട് ആളുകൾ ഇന്ന് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വല്ലാത്ത ഭയങ്കരമായ ഒരു വേദന സഹിച്ചുകൊണ്ട്, കടിച്ചമർത്തിക്കൊണ്ട്, മരണത്തോട് മല്ലിട്ടുകൊണ്ട് പല പല ആശുപത്രികളിലും കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി കൊണ്ട് ആരോഗ്യത്തെ ചോദിക്കുവാനും, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ആരോഗ്യം എന്നുള്ള ഈ മഹത്തായ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് നാളെ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി ധാരാളമായി കൊണ്ട് പണിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം തരികയും ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നാളെ പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.